എന്താ മമ്മി, എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് ഒരു 10 lakhs എടുക്കണം. എനിക്കൊരു എമർജൻസിയാ, പിന്നെ തിരിച്ചു തരാം. മമ്മി വിചാരിച്ച അത്രയും ക്യാഷ് ഇപ്പം മറിക്കാൻ പറ്റില്ല. 10 ലക്ഷം രൂപയോ? എന്റെ മമ്മി, എന്റെ കയ്യിൽ ഇപ്പൊ 10,000 രൂപ പോലും എടുക്കാനില്ല, പിന്നെയല്ലേ 10 ലക്ഷം. ക്യാഷ് കിട്ടിയേ പറ്റൂ, അത്ര അത്യാവശ്യമോ എന്ന് കരുതി ഇത്ര രൂപ ഞാനിപ്പോ എവിടെ നിന്ന് എടുത്തു തരാനാ? എന്ന് പറഞ്ഞാ പറ്റുമോ? അത്രയും ക്യാഷ് എനിക്ക് അത്യാവശ്യമുണ്ട്. മമ്മി ചോദിക്കുമ്പോ ക്യാഷ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? അല്ലെങ്കിൽ തന്നെ മമ്മി എന്തൊക്കെ പറഞ്ഞ ഇവിടെ വന്നത്? ശ്യാമയെ കൊല്ലും, തിന്നും, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കും. ഓ, എന്തൊക്കെ ബഹളമായിരുന്നു. എന്നിട്ട് ഇത്ര ദിവസമായിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. ശ്യാമ ഇപ്പോഴിവിടെ ഓടിച്ചാടി ഹാപ്പി ആയിട്ട് നടക്കുക. മമ്മി വെറുതെ പാചകം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനല്ല, എനിക്ക് ശരിക്കും അവസരം കിട്ടാഞ്ഞിട്ടാ, അതാ കാര്യം. എന്തോ എനിക്കിപ്പോ ആ വിശ്വാസം തോന്നുന്നില്ല. നീ നോക്കിക്കോ, എത്രയും വേഗം ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യത്തിലേ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, ഉറപ്പ്. നീ ഇപ്പൊ അത്യാവശ്യമായിട്ടെ ഞാൻ പറഞ്ഞ രൂപ എന്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യും. ആദ്യം അത് നടക്കട്ടെ. മമ്മി, ഞാൻ പറഞ്ഞത് സത്യം. എന്റെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ തികച്ചില്ല. ഇല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മമ്മിക്ക് അറിയില്ലേ, എനിക്കിപ്പോ കമ്പനി ചെയർപേഴ്സൺ സ്ഥാനമില്ല. അതാ പ്രശ്നം. കമ്പനി ചെയർപേഴ്സൺ ചുമതല ഉണ്ടായിരുന്നപ്പോ കമ്പനിയിൽ നിന്ന് പല വിധത്തില് ഞാൻ ലക്ഷങ്ങളെ തിരിമറി നടത്തിയിട്ടുണ്ട്. അതിന്നൊക്കെ മമ്മി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഇന്ന് അതെല്ലാം ശ്യാമ കൈയടക്കി വെച്ചിരിക്കുക. എനിക്കിനി ഒരു 10 ലക്ഷം എന്നല്ല, 1 ലക്ഷം രൂപ പോലും സംഘടിപ്പിക്കാൻ പറ്റില്ല. ആകെ പെട്ട അവസ്ഥയില്ല ഞാൻ. മോളെ, ഞാൻ പറയുന്നത് മമ്മി ഇനി ഒന്നും പറയണ്ട. എന്നെ കൊണ്ട് മമ്മിയെ സഹായിക്കാൻ നിവൃത്തിയില്ല. സോറി.